ഉത്രയുടെ വീട്ടിൽ വെച്ച് ഉത്തരയല്ല ഉത്രയുടെ വീട്ടിൽ വെച്ച് രണ്ടാമത്തെ മൂർഖൻ കടിക്കുന്നു. പുള്ളി പറഞ്ഞ AC റൂമാണ്, തുറക്കാത്ത റൂമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനൽ തുറക്കാറേ ഇല്ല. ബാത്റൂമിന്റെ ഗ്ലാസ് ഇതെല്ലാം ഞാൻ പോയി മാത്രമാണ് നമ്മൾ വീഡിയോ പകർത്തിയത്. പാമ്പ് ആ വീടിന്റെ പടി, ഇത് നമ്മുടെ പാറ കൊണ്ട് കെട്ടിയ ശേഷം വീടിന്റെ ഒരു ചെറിയൊരു പടി തൊടി ഒരു ഗ്രൂവ് വെച്ചിട്ടാണ് അടുത്ത് ചോര കെട്ടുന്നത്. അപ്പോൾ ഇതിൽ കൂടെ പൊടിയുണ്ട്, വർഷങ്ങളായി തൂക്കാറുന്ന പൊടിയുണ്ട്. അപ്പോൾ ഈ ജനലിൽ കയറുന്ന സമയത്ത് ഈ പൊടിയിൽ കൂടെ എഴഞ്ഞ പാട് അവിടെ ഉണ്ടാവണം, ഉണ്ടായിട്ടില്ല. ആ ജനലിൽ കൂടെ ഇങ്ങനെ 50 സെന്റിമീറ്റർ ജനലിലേക്ക് ഇങ്ങനെ പൊങ്ങി എണീറ്റ് നിന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ നാക്ക് പുറത്തേക്ക് ഇടും. അപ്പോൾ അദ്ദേഹത്തിന്റെ സലൈവ പെയിന്റിലൊക്കെ ആവണം, ഒന്നും ഉണ്ടായില്ല. വാതിൽ തുറന്നു നോക്കിയപ്പോൾ വാതിലിൽ പണ്ടെങ്ങാണ്ട് അടച്ചിട്ട വാതിൽ ആ പൊടി അങ്ങനെ തന്നെ ഇരിക്കുന്നു, അതിൽ എഴഞ്ഞ പാടുണ്ടായിട്ടില്ല. പിന്നെ ഇദ്ദേഹവും ഈ പറഞ്ഞ ആളും കൊച്ചും കിടക്കുന്ന കട്ടിലല്ല തള്ള കിടക്കുന്നത്. തള്ള അടുത്തൊരു 4 അടി ഗ്യാപ്പിൽ അപ്പുറത്ത് വേറൊരു സിംഗിൾ കട്ടിലാണ് ഉത്തര എന്ന് പറഞ്ഞ കുട്ടി കിടക്കുന്നത്. അപ്പോൾ യാതൊരു പൊരുത്തമില്ലായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കടി രണ്ടാമത്തെ അണലി കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇത് കൊലപാതക ശ്രമമാണ്, പുള്ളി ആവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉത്തര മരണപ്പെട്ട് കേസായില്ലായിരുന്നുവെങ്കിൽ ഉത്തരയുടെ വീട്ടിലുള്ള ഒരാളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. എല്ലാവരും പാമ്പ് കടി. ഇവർ ആദ്യം ഈ കടി കിട്ടിയതിനു ശേഷം ആ പയ്യൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു വരുത്തി ശാപം, സർപ്പശാപം എന്നാണ് ആദ്യത്തെ വാർത്തകളിൽ വന്നത്. എല്ലാവരും എന്നെ വിളിച്ചത് അവരുടെ കണ്ടക ശനിക്കായിരുന്നു. സർപ്പശാപമുള്ള വീടാണ്. സുരേഷല്ലേ പറഞ്ഞത് സർപ്പശാപം ഇല്ല, ഇന്നാളിന് ഇത്ര കടി കിട്ടിയില്ലേ, കുട്ടി മരിച്ചില്ലേ. ഞാൻ പറഞ്ഞു കുട്ടിക്ക് കടി കിട്ടിയത് സർപ്പശാപം കൊണ്ടല്ല, ആ വീട്ടിലുള്ള യാവനോ ആ കുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നതാണെന്നോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനി ഇതുപോലെ ഉത്തരാക്കൊല കേസുകൾ നടന്നിട്ടില്ല, നടക്കാൻ ശ്രമിക്കുന്നില്ല, ഇനി നടക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?